ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നന്ദുമോളെ മുടിയൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാട്ടോ. ഒരുപാട് ദിവസമായിട്ട് പറയാണ് മുടിയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നന്ദുമോളുടെ മുടി ലെയർ കട്ട് ചെയ്യാൻ വേണ്ടി വന്നതാട്ടോ. അപ്പോൾ രാമനാട്ടുകരയുള്ള ബ്യൂട്ടി പാർലറിലാണ് പോയത്. അപ്പോൾ ചേച്ചീൻ്റെ മോളെ കല്യാണമൊക്കെ അല്ലേ, അപ്പോൾ മുടിയൊന്ന് വെട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ മുടിയൊക്കെ ഉഷാറായി വെട്ടി അടിപൊളിയായിന് കേട്ടോ, സൂപ്പറായിന്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചതേ ഉള്ളൂ കേട്ടോ, വലിയ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഇതാ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ലുക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ ആൾക്ക്. മുടീൻ്റെ നീളമൊക്കെ ഒന്ന് കുറഞ്ഞ് ഉഷാറായി അടിപൊളിയായി. അപ്പോൾ നമ്മളിതിൻ്റെ ഷോർട്സ് വീഡിയോ ഇട്ടിന് കേട്ടോ, അത് കൂട്ടുകാരൊന്ന് കണ്ടു നോക്കിയാൽ മുഴുവനായിട്ട് അതിൽ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ പോവാണേ. അപ്പോൾ പിന്നെ നന്ദുമോളെ വീട്ടിലാക്കിയിട്ടുള്ളൊരു പിന്നെ എടുത്തൊരു കുഞ്ഞു വീഡിയോ ആണ്. ഞാനും അമ്മയും അനീഷേട്ടനും കൂടെ ഒരു സ്ഥലം വരെ വന്നു. അവിടെ നിന്ന് ഒരു വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി കയറിയതാട്ടോ. അനീഷേട്ടൻ ഒരു ലൈമ്, ഞാനും അമ്മയും ഒരു ചായയാണ് കേട്ടോ പറഞ്ഞത്. തൊണ്ടയ്ക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ലൈമ് വേണ്ടാന്ന് വിചാരിച്ച്. പിന്നെ അമ്മയ്ക്കും ലൈമിനോടൊന്നും അത്ര വലിയ പൂതിയില്ല, ചായ മതി പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ലൈറ്റ് ചായ ഓർഡറൊക്കെ കൊടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ സമയം ഒരു ഉച്ചയ്ക്ക് ആവാനായിനെ. ചായയ്ക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. പക്ഷെ നല്ല തിരക്കുള്ള കാരണം വരാൻ കുറച്ച് നേരം വൈക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അത് കുടിച്ചിട്ട് വേണം ഒരു സ്ഥലത്തൂടെ പോകാനായിട്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ കാത്തിരിക്കുക, ചായ എവിടെ ചോദിച്ചിട്ട്. ചായ വരാനായിട്ട് അനീഷേട്ടൻ ചെക്കനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ചായ എന്താ വരാത്തത്, കുറേ നേരമായല്ലോ എന്ന്. പക്ഷേ അത് കിട്ടിയിട്ട് പെട്ടെന്ന് പോകാമെന്നുള്ളൊരിതിലുണ്ടാട്ടോ. അമ്മ ഇരുന്ന് ആകെ മുഷിഞ്ഞ്. അനീഷേട്ടൻ്റെ ലൈമൊക്കെ കുടിച്ച് കഴിയാനായിരുന്നു. അപ്പോൾ അനീഷേട്ടൻ ഞങ്ങളെ വെയിറ്റിങ്ങിൽ അവിടെ വെച്ച്, ഇനി നിങ്ങൾക്ക് ചായ വന്നിട്ട് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കുടിച്ച് ബാക്കി അവിടെ വെച്ച്. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ചായ വരുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് എടുത്ത് ആൾ നടന്ന് വരുന്നുണ്ട്. ഞങ്ങളെ മേശപ്പുറത്ത് ചായ എത്തി കേട്ടോ, ലൈറ്റ് ചായയാണ്. അപ്പം അമ്മ കുടിച്ചപ്പം നല്ല ചൂടായി. അപ്പോൾ ഞങ്ങൾ എന്തായാലും ചൂടൊക്കെ ആറ്റി, പിന്നെ ഗ്ലാസ്സൊക്കെ വാങ്ങി ചൂടാറ്റിയിട്ടാണ് പിന്നെ കുടിച്ചത്. ചെറിയൊരു കടിയൊക്കെ വാങ്ങി. അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ ഒരാളെ വെയിറ്റിങ്ങിലാട്ടോ. കാരണം നമ്മളിന്ന് ജ്വല്ലറിയിലേക്ക് വന്നാണേ. ജ്വല്ലറിയിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചേച്ചീൻ്റെ മോളെ കല്യാണമല്ലേ, അപ്പോൾ അവൾക്ക് ഗോൾഡ് വാങ്ങണം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കേട്ടോ. ഇന്ന് നമ്മൾ എടുക്കണമൊന്നുമില്ല, അപ്പോൾ അവൾക്ക് ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം. ഞങ്ങൾ സ്ഥിരം വാങ്ങണ ഒരു ജ്വല്ലറി കേട്ടോ. സ്ഥിരം എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ വല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടാണ് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുക്കൽ. അപ്പം സ്ഥിരം വാങ്ങണമെന്ന് പറയുന്നത് ആ ഒരു രീതിക്കാണ് സ്ഥിരം വാങ്ങണ കട എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ പള്ളിയിലൊക്കെ പോകാനുള്ളതുകൊണ്ട് ഒരു അടച്ചിട്ട് പോയതാണേ. അപ്പം ഞങ്ങൾ ഒരു തുറക്കണ വരെ അവിടെ കാത്തു നിന്ന്, ഉച്ചയ്ക്ക് പള്ളിയിൽ പോകുമല്ലോ, അപ്പോൾ അത് അടച്ചിട്ടിട്ടാണ് പോവുക. അപ്പം ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറേ ആയി ഇപ്പം നമ്മൾ ജ്വല്ലറിയിലേക്കൊക്കെ വന്നിട്ട്, അങ്ങനെയൊന്നും വാങ്ങലില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നും അല്ലായിരുന്നല്ലോ കുറേ വർഷങ്ങളായിട്ട്. അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു മോതിരോ അങ്ങനെ എന്തെങ്കിലും മാറ്റിക്കാനോ ഒക്കെ ഞങ്ങൾ വരലുണ്ട്. ഇപ്പം അങ്ങനെയൊന്നും വരലില്ല. അപ്പം അമ്മയും അനീഷേട്ടനും അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോന്ന് നോക്കുന്നുണ്ട്. തൂക്കവും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ വലുതായിട്ടൊന്നും എടുക്കില്ല. ഞങ്ങൾ ഓരോന്ന് നോക്കി, തൂക്കമൊക്കെ നോക്കി, വിലയൊക്കെ ചോദിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. എന്തായാലും ഇവിടെ അതിനുള്ള ഓർഡറൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ചെറിയൊരു സംഭവമാണ് കൊടുക്കുന്നത്. അത് നമ്മൾ വീഡിയോയിൽ കാണിക്കില്ല. ഞങ്ങളവിടെ എടുത്ത് കാര്യങ്ങളൊക്കെ നോക്കി തൂക്കമൊക്കെ നോക്കി വെച്ചണ്. അത് ഇപ്പോഴല്ല കേട്ടോ ഞങ്ങൾ എടുക്കുക, കല്യാണത്തിന് പോണതിൻ്റെ ഒരു 2 ദിവസം മുന്നേ എടുക്കും. അത് അന്ന് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അത് കാണാമല്ലോ. അപ്പോൾ അത് അമ്മ വെയിറ്റിങ്ങിൽ. പിന്നെ ഞാനൊരു മൂക്കുത്തി നോക്കുകയാണേ. എൻ്റെ മൂക്കുത്തി ഒന്ന് മാറ്റണം എന്നുണ്ടായി ഒരാഗ്രഹം. അപ്പോൾ അനീഷേട്ടൻ പറഞ്ഞു, എന്നാൽ മൂക്കുത്തിയും കൂടെ നോക്കിക്കോ പറഞ്ഞേ. അങ്ങനെ മൂക്കുത്തി നോക്കി. പക്ഷെ എനിക്ക് എന്തോ എൻ്റെ മൂക്കുത്തി ഉപേക്ഷിക്കാൻ ഒരു മനസ്സില്ല കേട്ടോ. അപ്പോൾ ഞാൻ അനീഷേട്ടനോട് പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. 1-2 ഞാൻ ഇട്ട് നോക്കിയെങ്കിലും എനിക്ക് എൻ്റെ മൂക്കുത്തി അങ്ങോട്ട് വിട്ട് കളയാൻ ഒരാഗ്രഹമില്ല. കാരണം ഞാൻ മൂക്കുത്തിയരെ ആദ്യമായിട്ടിട്ട മൂക്കുത്തി എൻ്റെ മൂക്കിൽ തന്നെയുള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതവിടെ കിടക്കട്ടെ വിചാരിച്ച്. അങ്ങനെ ഇപ്പോൾ വേറൊന്ന് വാങ്ങാനുള്ള ആ ഒരു ഇതും ഇല്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ തന്നെ മതി എന്ന് പറഞ്ഞ് ഞാനത് അങ്ങോട്ട് എടുത്തു കൊടുത്തു. പിന്നെ മോതിരത്തിൻ്റെ സെക്ഷൻ ഒന്ന് എടുത്ത് നോക്കി. അപ്പോൾ അതൊന്ന് ഒരു കുഞ്ഞു മോതിരം അനീഷേട്ടൻ എനിക്ക് വാങ്ങി തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി കണ്ട് ഒരു ചെറിയ മോതിരം എടുത്തു തന്നെ പറയാം. പിന്നെ മിന്നുമോൾക്ക് വേണ്ട സംഭവം അവിടെ ഏൽപ്പിച്ച് പോന്ന്. നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരോട് യാത്രയൊക്കെ പറയണത് കേട്ടോ. അപ്പോൾ ഞാൻ ജ്വല്ലറി ഫുള്ളായിട്ടൊന്ന് വീഡിയോ എടുക്കുകയാണ്. ഇത് നമ്മളെ ഫറൂഖിൽ പൊന്നറയാണ് കേട്ടോ. പൊന്നറ ഫാഷൻ ജ്വല്ലറി, നല്ല അടിപൊളി സെലക്ഷനൊക്കെ ഉള്ളൊരു കടയാണ് കേട്ടോ. ഞങ്ങൾക്കൊരു തരി പൊന്നുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ നിന്ന് വാങ്ങിയത് തന്നെയാണ് കേട്ടോ.
എന്തെങ്കിലും ബുദ്ധിമുട്ട് സാഹചര്യങ്ങളൊക്കെ വന്ന ആ സമയത്ത് അമ്മേൻ്റെ സർജറി ആ സമയത്തൊക്കെ ഞങ്ങളത് എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ട് തന്നെയാട്ടോ വിറ്റതൊക്കെ. അപ്പോൾ നമ്മളെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവർക്ക് അറിയാം. അതുകൊണ്ട് നല്ലൊരു ചെറിയൊരു ഇളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്നു കുറേ കാര്യങ്ങൾ സെലക്റ്റൊക്കെ ചെയ്തു. അപ്പോൾ അതാ വെള്ളമൊക്കെ വാങ്ങി തന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നേരെ വീട്ടിലേക്ക് കുറച്ച് വിറകൊക്കെ അടുപ്പിക്കാണ്ട്, വിറകൊക്കെ തീർന്നിട്ട് കുറേ ദിവസമായി. അങ്ങനെ ഞാനും അനീഷേട്ടനും വിറകൊക്കെ തേടി വന്ന് വിറകൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. വാങ്ങിയ സ്വർണ്ണം കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ, സീ യു.